ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ചെയ്യുന്ന ഒരു മോർണിംഗ് സ്കിൻ കെയർ ആണ് കാണിച്ചു തരാനായിട്ട് പോകുന്നത്. ഞാൻ കുറേ ഫേസ് പാക്കുകളും അതേപോലെ തന്നെ ഹോം മെയ്ഡ് ആയിട്ടുള്ള ഫേഷ്യലുകളും നമ്മുടെ ചാനലിൽ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഫേസ് പാക്കുകളും ഫേഷ്യലുകളും ഒക്കെ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ളൊരു സ്കിൻ കെയർ ഫോളോ ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മുടെ സ്കിൻ നന്നായിട്ട് ഹെൽത്തി ആയിട്ട് വെക്കാനായിട്ടും സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടും അതേപോലെ തന്നെ ചുളിവുകളൊന്നും ഇല്ലാതെ നീറ്റാക്കി വെക്കാനായിട്ടും ക്ലിയർ ആക്കി വെക്കാനായിട്ടും ഒക്കെ നമുക്ക് പറ്റത്തുള്ളൂ. കുറേ വർഷങ്ങൾക്ക് മുന്നേ ഞാൻ അങ്ങനെ സ്കിൻ കെയർ ഒന്നും ചെയ്യുന്ന ആളൊന്നും ആയിരുന്നില്ല. ആ സമയത്ത് എൻ്റെ സ്കിൻ നന്നായിട്ട് ഡള്ളായിട്ടായിരുന്നു ഇരുന്നിരുന്നത്. എനിക്ക് ഇത്രയും കളറൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു കോളത്തിലായിരുന്നു ഞാൻ നേരത്തെ ഇരുന്നത്. ആ ഒരു കോളത്തിൽ നിന്നും ഈ ഒരു കോളത്തിലേക്ക് മാറാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തത് ഇങ്ങനെയുള്ള പ്രോപ്പറായിട്ടുള്ള സ്കിൻ കെയർ ഫോളോ ചെയ്തപ്പോഴാണ്. അപ്പം നമുക്ക് സ്കിൻ കെയർ എങ്ങനെയാണെന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് നോക്കാം. ഇതൊരു ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം. ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു ക്ലെൻസിങ് ലോഷനാണ്. അപ്പം നമുക്ക് ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്യാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന സിമ്പിളിൻ്റെ ക്ലെൻസിങ് ലോഷനാണ്. നിങ്ങൾക്ക് ഇതിന് പകരം ഫേസ് വാഷ് യൂസ് ചെയ്യാം. സിമ്പിളിൻ്റെ തന്നെ ഫേസ് വാഷ് നല്ല ഫേസ് വാഷുകൾ കിട്ടാനുണ്ട്. അതേപോലെ തന്നെ പല കമ്പനിക്കാരുടെ ഫേസ് വാഷുകളുണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മുഖം മൊത്തം അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. കുറേ നേരം മസാജ് ചെയ്യണം കേട്ടോ. ഒരു 1 minutes to 2 minutes വരെ നമ്മൾ നന്നായിട്ട് ഇതുപോലെ സ്ക്രബ് ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കണം. എങ്കിലേ ആ ഒരു എഫക്റ്റ് നമ്മുടെ ഫേസിൽ കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പം ഞാൻ ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാനിത് വാഷ് ചെയ്തിട്ട് കാണിക്കാം. അപ്പം ഞാൻ വാഷ് ചെയ്ത് വന്നതാണ്. ഇനി നമുക്ക് ഫേസ് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം. അപ്പോൾ അടുത്തായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് സിമ്പിളിൻ്റെ തന്നെ ഒരു സെറമാണ്. ഈ ഒരു സെറം ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നൊരു സെറമാണ്. സിമ്പിളിൻ്റെ 5% ഹൈലറോണിക് ആസിഡ് സെറമാണ്. നമ്മുടെ സ്കിൻ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്ത് വെക്കാനായിട്ടും അതേപോലെ തന്നെ ഹെൽത്തി ആക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളിത് കുറച്ച് ഡ്രോപ്സ് ആയിട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് ഞാനൊരു മോയ്സ്ചറൈസിങ് ക്രീമാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ ഡവിൻ്റെ മോയ്സ്ചറൈസിങ് ക്രീമാണ് അപ്ലൈ ചെയ്യുന്നത്. ഈ ഒരു ക്രീം നമുക്ക് ഡ്രൈനെസ് ഒക്കെ ഉണ്ടെങ്കിൽ മാറാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. എൻ്റെ ഒരു ഡ്രൈ സ്കിന്നാണ് കേട്ടോ. ആ ഒരു ഡ്രൈനെസ് മാറ്റിയിട്ട് എൻ്റെ സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടും മോയ്സ്ചറൈസ് ചെയ്ത് വെക്കാനായിട്ടൊക്കെ ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള അടിപൊളി ഒരു ക്രീമാണ് കേട്ടോ. അത്രയ്ക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള നല്ലൊരു ക്രീമാണ്. അടുത്തതായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് സൺസ്ക്രീനാണ്. ഡോട്ട് ആൻഡ് കെയുടെ സൺസ്ക്രീനാണ് ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നത്. ഞാൻ കുറേ സൺസ്ക്രീനൊക്കെ മാറി മാറി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന സൺസ്ക്രീനുകൾ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ നമ്മൾ ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് വൈറ്റായിട്ടിരിക്കും, ഭയങ്കര ഓവറായിട്ട് മേക്കപ്പ് ഇട്ട പോലെയൊക്കെ ഇരിക്കും. പക്ഷേ ഇതെനിക്ക് പെട്ടെന്ന് തന്നെ സ്കിന്നിലേക്ക് അബ്സോർബ് ആയി പൊക്കോളും. ഒരുപാട് സൺസ്ക്രീൻ മാറി മാറി ഉപയോഗിച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഡോട്ട് ആൻഡ് കെയുടെ സൺസ്ക്രീനാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുവരെയും സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യാത്തവരാണെങ്കിൽ ഈ ഒരു സ്കിൻ കെയർ ഫോളോ ചെയ്യുക. നമ്മുടെ സ്കിൻ നന്നായിട്ട് ഹെൽത്തി ആക്കി വെക്കാനായിട്ട്, സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും അതേപോലെ ചുളിവുകളൊക്കെ മാറ്റിയിട്ട് സ്കിൻ ക്ലിയർ ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.